ഇടതുപക്ഷത്തെ ഘടകകക്ഷികളിൽ പ്രധാന കക്ഷിയാണ് NCP. AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് അടക്കമുള്ള നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന NCP അധികാരത്തിൻ്റെ പേരിലുള്ള വാഗ്വാദങ്ങളും പടലപ്പിണക്കങ്ങളും നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറേയേറെ നാളുകളായി. രണ്ടാം ഇടത് മന്ത്രിസഭയിലെ മന്ത്രിപദം അലങ്കരിക്കാൻ NCPയിലെ ഈ നേതാക്കന്മാർ നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടം വലിയ തോതിൽ ചർച്ചയാവുകയും കേരളത്തിലെ പാർട്ടി പരോക്ഷമായി രണ്ട് തട്ടിലാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് NCP ദേശീയ നേതൃത്വം. കേരളത്തിലെ NCP നേതാക്കന്മാർക്കെതിരെ ഔദ്യോഗിക പക്ഷം ദേശീയ നേതൃത്വം നീക്കം തുടങ്ങിയിരിക്കുന്നു. മന്ത്രി AK ശശീന്ദ്രനോടും തോമസ് കെ തോമസിനോടും MLA സ്ഥാനം രാജിവെക്കാൻ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ കത്തിലൂടെ ആവശ്യപ്പെട്ടു. NCPയുടെ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച പശ്ചാത്തലത്തിലാണ് ആവശ്യം. രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശരത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മറുവിഭാഗത്തിന്റെ നീക്കം. തോമസ് കെ തോമസ് തുടർച്ചയായി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്നും പ്രഫുൽ പട്ടേൽ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ലെന്നും ഇതിനിടെ മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റെന്നും ആരോപണമുണ്ട്. NCPയുടെ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ചാണ് 2021 MLA ആയത് ഇരുവരും. രാജി ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ല. അതിനാൽ പാർട്ടിയുടെ അച്ചടക്ക കമ്മിറ്റി 6 വർഷത്തേക്ക് വിലക്കുന്നതായും MLA സ്ഥാനം ഒരാഴ്ചയ്ക്കകം രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യനാക്കുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. NCP പിളർന്ന് ശരത് പവാർ, അജിത് പവാർ വിഭാഗങ്ങളായി മാറിയിരുന്നു. ഔദ്യോഗിക പക്ഷമായി അജിത് പവാർ വിഭാഗത്തെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത്. 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും NCP കേരള ഘടകത്തിലുള്ള ഈ ഉൾപാർട്ടി പ്രശ്നം കാര്യമായ രീതിയിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും മുൻപോട്ടുള്ള പോക്കിനെ ബാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്.